എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. തട്ട അല്ലെങ്കിൽ തട്ടൈ മുറുക്ക് എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിൽ പൊതുവേ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളുടെ മുറുക്ക്, നോർമൽ മുറുക്കിൻ്റെ ഏകദേശം അതേ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറി ഒരു ചുവന്ന കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നു. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. തരിയില്ലാതെ നല്ല മിനുസായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ പൊടിക്കില്ലേ, ആ ഒരു രീതിയിലുള്ള പൊടിയാണ്. പുട്ടുപൊടി ഒന്നും ഉപയോഗിക്കരുത്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് വേണ്ടത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അരിപ്പൊടി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തു. അതൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉഴുന്നിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായം പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ചുവന്ന മുളകിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് അരച്ചെടുത്തത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് തരിതരിപ്പായി അരച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ബട്ടർ. ഒരു 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. അത് കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് പുതിർത്തിയെടുക്കണം. ഒരു 1/2 മണിക്കൂറോളം പുതിർത്തിയെടുത്തതാണ്. അത് 1 ടേബിൾ സ്പൂണോളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില ആൾക്കാർ ഇതിലേക്ക് എള്ള് കൂടി ചേർക്കാറുണ്ട്, കറുത്ത എള്ള്. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ, കാരണം നമുക്ക് പരത്താനുള്ളതാണ്. ഇപ്പോൾ പൊട്ടിപ്പോകരുത്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വല്ലാതെ കട്ടിയായി പോകരുത്. നമുക്കൊന്ന് പരത്താനുള്ളതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് പരത്താൻ പോകുന്നത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറോ പപ്പട കവറോ അങ്ങനെ ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബോളാക്കിയ ചെറിയ ഉരുളകൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് എളുപ്പത്തിൽ നമുക്ക് പരത്താൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും വട്ട ആയിട്ടുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറിൽ പരത്താൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇല ഉപയോഗിച്ചിട്ട് പരത്താം. പക്ഷെ നിങ്ങൾക്ക് നല്ല കനം കുറഞ്ഞ് പരത്താൻ അറിയണം. ഇതേപോലെ എനിക്കിപ്പോൾ ഇവിടെ ഇല കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പ്ലാസ്റ്റിക് കവറിൽ തന്നെ കാണിച്ചു തരികയാണ്. എണ്ണ പുരട്ടിയ ശേഷം ചെറിയ ഉരുളകൾ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വട്ടത്തിലാണ് പരത്തേണ്ടത്. നല്ല കനം കുറഞ്ഞ് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തട്ട ഇട്ട് കൊടുത്ത ശേഷം ചെറു തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ മുറുക്കിൻ്റെയൊക്കെ ഒരു പാകമാണ് ഇതിന്. അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡ് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ തട്ട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ മുറുക്കൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്